വെൽക്കം ടു ASAP. എല്ലാവർക്കും സൈവിഷൻ സീരീസിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എപ്പിസോഡ് 1 ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ വ്യക്തമായിട്ടുള്ള ഒരു സിലബസ് ആയിരുന്നു. LP-UP സൈക്കോളജി ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വരുന്ന 20 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഏതൊക്കെ മേഖലയിൽ നിന്ന് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഇതെല്ലാമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ഇതിൻ്റെ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിൻ്റെ ആദ്യത്തെ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു 20 മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ഈ സീരീസിൽ ഉണ്ടാവുക. പ്രീവിയസ് ചോദ്യങ്ങൾ ഉൾപ്പെടെ ഏറ്റവും നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ് ഈ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാം. എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി. LP-UP പരീക്ഷ എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു പാർട്ടിൻ്റെ പ്രാധാന്യം നന്നായിട്ടറിയാം. നമ്മുടെ ഈ ഒരു സൈക്കോളജി മേഖലയിൽ നിന്ന് ആദ്യം ചോദിക്കുന്ന പോലെ ചോദ്യങ്ങൾ ഉത്തരങ്ങളായിട്ടുള്ള ഒരു രീതിയിലല്ല നമ്മുടെ ചോദ്യങ്ങൾ വരുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് കൂടുതലായിട്ടും ഉണ്ടാവുക. മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാ തിയറികളും നിങ്ങൾ പഠിക്കുമ്പോൾ കുറച്ച് ഡീപ്പായിട്ടുള്ള ലെവലിലേക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ് അതിൻ്റെ സത്യമായിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്ക് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വളരെ ഈസി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഈ ക്ലാസ്സുകൾ പോകും. നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടായിരിക്കും ഈ ഒരു സീരീസ് പോവുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്ലാസ്സിലോട്ട് പോകാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങളുണ്ട്, അതുപോലെ മനഃശാസ്ത്ര തത്വങ്ങളുണ്ട്, ആശയങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ്, സൈക്കോളജിയുടെ സ്റ്റാർട്ടിങ് എന്താണ്, ഈ സൈക്കോളജി ഇതുവരെ പഠിക്കാത്തവർക്കും വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ക്ലാസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഘടനാവാദം മുതൽ സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദം വരെയാണ് നമ്മളുടെ ഈ സിലബസിൽ ഉൾപ്പെടുന്നത്. അതിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യും ഘടനാവാദം. സൈക്കോളജി എവിടെ നിന്നാണ് ഒറിജിൻ ചെയ്തിട്ടുള്ളത്, അതിൻ്റെ വിവിധ മേഖലകൾ ഏതൊക്കെയാണ്, ഇതിൽ നിന്നൊക്കെ നമുക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ഇമ്പോർട്ടൻ്റ് അല്ലാത്ത മേഖലയായിട്ട് കാണരുത്. അതും നമ്മുടെ ഇമ്പോർട്ടൻ്റ് മേഖല തന്നെയാണ്. ഘടനാവാദം മുതൽ സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദം വരെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഓരോ വാദങ്ങളിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ പോവുകയാണ്. മനഃശാസ്ത്രം, സൈക്കോളജി, എല്ലാവരും പഠിച്ച് പഴകിയ വാക്കുകൾ. സൈക്ക് എന്ന വാക്കിൽ നിന്നും ലോഗോസ് എന്ന വാക്കിൽ നിന്നുമാണ് ഇതുണ്ടായിട്ടുള്ളത് അല്ലേ. ഗ്രീക്ക് പദങ്ങളാണ്. ഈ ചോദ്യം വന്നിട്ടുണ്ട് അല്ലേ. ഗ്രീക്ക് പദങ്ങളാണ്. സൈക്ക് എന്ന് പറഞ്ഞാൽ ആത്മാവ് എന്നാണ് അർത്ഥം. ലോഗോസ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രം അല്ലെങ്കിൽ സയൻസ്. അങ്ങനെ ആത്മാവിൻ്റെ ശാസ്ത്രം എന്നാണ് സൈക്കോളജി എന്നുള്ളതിൻ്റെ അർത്ഥം. ആത്മാവിൻ്റെ ശാസ്ത്രം, അതുപോലെ ആത്മാവിൻ്റെ പഠനം, ആത്മാവിനെക്കുറിച്ച് പഠിക്കുന്നതാണ്. അങ്ങനെ സയൻസ് ഓഫ് സോൾ എന്നൊക്കെ പറയുന്ന ഒരു ഡെഫിനേഷനിലേക്ക് എത്തിച്ചേരുകയായിരുന്നു അല്ലേ. അപ്പോൾ മനഃശാസ്ത്രം എന്നാൽ സൈക്ക്, ലോഗോസ് എന്ന 2 ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു ബിഗിനർ എന്ന നിലയിലും വളരെ ഈസിയായി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സീരീസിൽ കൂടെ ചേർന്ന് ഒപ്പം നമുക്ക് പഠിച്ചു പോകാം. അപ്പോൾ സൈക്ക് എന്നാൽ ആത്മാവ്, ലോഗോസ് എന്നാൽ ശാസ്ത്രം. ഇത് രണ്ടും ഒറിജിൻ ചെയ്തിട്ടുള്ളത് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ്. ആത്മാവിൻ്റെ ശാസ്ത്രം എന്നും ആത്മാവിൻ്റെ പഠനം എന്നുമാണ് സൈക്കോളജി എന്നുള്ള ഒരു ശാസ്ത്രം അറിയപ്പെടുന്നത്. ആത്മാവിൻ്റെ പഠനം, ആത്മാവിൻ്റെ ശാസ്ത്രം എന്ന് 2 പേരുകളിലാണ് മനഃശാസ്ത്രം എന്നുള്ള വാക്ക് അർത്ഥമാക്കുന്നത്. സയൻസ് ഓഫ് സോൾ എന്നും നമ്മളിതിനെ വിളിക്കാറുണ്ട്. ഓക്കെ, ഇനി കുറേ നിർവചനങ്ങൾ സൈക്കോളജിയെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ മനഃശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട്. അതിൽ ആദ്യമായിട്ട് അരിസ്റ്റോട്ടിൽ ആൻഡ് പ്ലേറ്റോ. അരിസ്റ്റോട്ടിലും പ്ലേറ്റോയും പറഞ്ഞിട്ടുള്ളത് അല്ലേ, ഗ്രീക്ക് ചിന്തകരാണ് അവർ. ഇവർ 2 പേരും പറഞ്ഞിട്ടുള്ളത് ആത്മാവിനെക്കുറിച്ചുള്ള പഠനം എന്ന് തന്നെയാണ്. ആത്മാവിനെക്കുറിച്ചിട്ടുള്ള പഠനമാണ് മനഃശാസ്ത്രമെന്ന് അരിസ്റ്റോട്ടിൽ ആൻഡ് പ്ലേറ്റോ പറഞ്ഞിട്ടുണ്ട്. അടുത്ത വ്യക്തിയാണ് ഇമ്മാനുവൽ കാന്റ്. ഇമ്മാനുവൽ കാന്റ് മനസ്സിനെക്കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിനെക്കുറിച്ചുള്ള ശാസ്ത്രമാണ് മനഃശാസ്ത്രം. വെരി സിമ്പിളാണ് അല്ലേ. ഇമ്മാനുവൽ കാന്റ് ആണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അടുത്ത വ്യക്തി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വില്യം വൂണ്ട് അല്ലേ. വില്യം വൂണ്ട് ആരാണ്? വില്യം വൂണ്ട് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലേ. ഘടനാവാദത്തിൻ്റെ ഉപജ്ഞാതാവാണ്. അതുകൂടാതെ ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ച വ്യക്തിയാണ്. സൈക്കോളജിയുടെ പിതാവാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല രീതികളിലും അറിയപ്പെടുന്ന ഈ വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബോധത്തെക്കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം. ബോധത്തെക്കുറിച്ചുള്ള പഠനമാണ് നമ്മുടെ കോൺഷ്യസ്നെസ് അല്ലേ. ബോധത്തെക്കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രമെന്ന്. അടുത്ത വ്യക്തി
അടുത്ത വ്യക്തി വാട്സൺ ആണ്. JB വാട്സൺ, വ്യവഹാരവാദത്തിൻ്റെ പിതാവ്. വ്യവഹാരം എന്ന് പറഞ്ഞാൽ ബിഹേവിയറിനെ കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം. നമ്മുടെ വ്യവഹാരത്തെക്കുറിച്ച്, നമ്മുടെ പെരുമാറ്റങ്ങളെക്കുറിച്ച് അല്ലേ, അതിനെക്കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്നാണ് JB വാട്സൺ, വ്യവഹാരവാദിയായിട്ടുള്ള JB വാട്സൺ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ക്രോ ആൻഡ് ക്രോ, നിങ്ങൾ B.Ed ഒക്കെ പഠിക്കുന്ന സമയത്ത് ഈ ക്രോ ആൻഡ് ക്രോയുടെ ഡെഫിനിഷൻ കുത്തിയിരുന്ന് പഠിക്കാറുണ്ടായിരുന്നു അല്ലേ. ക്രോ ആൻഡ് ക്രോനെ എല്ലാവർക്കും അറിയാം. വ്യവഹാരങ്ങളുടെയും മനുഷ്യബന്ധങ്ങളെയും കുറിച്ചുള്ള പഠനമാണ്. വ്യവഹാരങ്ങളെയും മനുഷ്യബന്ധങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം. ഓക്കെ, അപ്പോൾ ക്രോ ആൻഡ് ക്രോ വ്യവഹാരങ്ങളെക്കുറിച്ചും മനുഷ്യബന്ധങ്ങളെക്കുറിച്ചുമാണ് ഉള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് നിർവചിച്ചിട്ടുണ്ടായിരുന്നു. അരിസ്റ്റോട്ടിൽ ആൻഡ് പ്ലേറ്റോ ആത്മാവിനെക്കുറിച്ചുള്ള പഠനമാണെന്ന് പറഞ്ഞപ്പോൾ ഇമ്മാനുവൽ കാന്റ് മനസ്സിനെക്കുറിച്ചുള്ള പഠനമാണെന്നാണ് സിമ്പിൾ ഡെഫിനിഷനാണ് തന്നത്. വില്യം വുണ്ട് ബോധത്തെക്കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞപ്പോൾ വാട്സൺ പറഞ്ഞത് വ്യവഹാരത്തെക്കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞു. അടുത്തതായിട്ട് ക്രോ ആൻഡ് ക്രോ ആണ്. ക്രോ ആൻഡ് ക്രോ പറഞ്ഞത് വ്യവഹാരങ്ങളെയും മനുഷ്യബന്ധങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്നാണ്. അടുത്ത വ്യവഹാരവാദിയായിട്ടുള്ള സ്കിന്നറാണ്. സ്കിന്നർ പറഞ്ഞിട്ടുള്ളത് B.F. സ്കിന്നർ അല്ലേ. B.F. സ്കിന്നറിൻ്റെ തിയറീസൊക്കെ നിങ്ങൾക്കറിയാം. സ്കിന്നറിൻ്റെ ഓപ്പറൻ്റ് കണ്ടീഷനിങ്, അങ്ങനെ തന്നെ നിങ്ങൾക്ക് സ്കിന്നർ നല്ല പരിചയമുള്ള വ്യക്തിയാണ്. B.F. സ്കിന്നർ ഒരു ബിഹേവിയറിസ്റ്റാണ്. അദ്ദേഹത്തിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ വ്യവഹാരത്തിൻ്റെ മാത്രമല്ല അനുഭവത്തിൻ്റെയും പഠനമാണ്. വ്യവഹാരത്തിൻ്റെയും അനുഭവത്തിൻ്റെയും പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് ആരാണ്? B.F. സ്കിന്നറാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് വ്യവഹാരത്തിൻ്റെ അനുഭവത്തിൻ്റെ പഠനം എന്ന് സ്കിന്നർ പറഞ്ഞപ്പോൾ വ്യവഹാരങ്ങളുടെ പഠനമാണ് മനഃശാസ്ത്രം എന്ന് വെച്ചാൽ നമ്മുടെ ബിഹേവിയറുകളുടെ വ്യവഹാരങ്ങളുടെ പെരുമാറ്റങ്ങളുടെ പഠനമാണ് എന്ന് പറഞ്ഞത് പിൽസ്ബറിയാണ്. പിൽസ്ബറി. ഓക്കെ, വ്യവഹാരങ്ങളുടെ പഠനമാണ് എന്ന് പറഞ്ഞത് പിൽസ്ബറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നിയേക്കാം, വ്യവഹാരത്തെക്കുറിച്ചുള്ള പഠനം എന്ന് പറഞ്ഞത് വാട്സൺ ആണ്. വ്യവഹാരത്തെക്കുറിച്ചുള്ള പഠനം ചെറിയ വ്യത്യാസങ്ങളൊക്കെ തന്നെയുള്ളൂ. വ്യവഹാരങ്ങളുടെ പഠനമാണ് എന്ന് പറഞ്ഞത് പിൽസ്ബറിയാണ്. ഓക്കെ, അപ്പം ചോദ്യങ്ങൾ തരുമ്പോൾ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക. ഇത് രണ്ടും കൂടി ഒരുമിച്ച് എന്തായാലും തരത്തില്ല. അപ്പോൾ ചോദ്യങ്ങൾ വരുമ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അടുത്തത് കർട്ട് കോഫ്ക എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. പേരുകളൊക്കെ ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ട് തോന്നും, പലതവണ പറയുമ്പോൾ അത് എളുപ്പമാവും. കർട്ട് കോഫ്ക, കോഫി കുടിക്കുക എന്നുള്ളതൊക്കെ ഓർത്ത് വെച്ചാൽ മതി. കർട്ട് കോഫ്ക അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബാഹ്യ ലോകവുമായി സമ്പർക്കം പുലർത്തുന്ന ജീവികളുടെ, നമ്മൾ ചുറ്റുപാടുകളുമായിട്ട് സമ്പർക്കം പുലർത്തുമല്ലോ, ആ സമ്പർക്കം പുലർത്തുന്ന ജീവികളുണ്ടല്ലോ, അവരുടെ വ്യവഹാരം, അവരുടെ ബിഹേവിയർ, പെരുമാറ്റങ്ങൾ, അതിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് സയൻറ്റിഫിക്കായിട്ട് പഠിക്കുന്ന ഒരു പഠനമുണ്ട്. ആ പഠനത്തെയാണ് കർട്ട് കോഫ്ക മനഃശാസ്ത്രം എന്ന് വിളിച്ചത്. ഓക്കെ, വളരെ സിമ്പിളാണ്. മലയാളത്തിൽ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് മാത്രം ചെയ്താൽ മതി. ഇവിടെ നമ്മുടെ ചുറ്റുപാടുകളുമായിട്ട്, നമ്മളുടെ ഔട്ടർ വേൾഡുമായിട്ട് അല്ലെങ്കിൽ ബാഹ്യ ലോകവുമായിട്ട് സമ്പർക്കം പുലർത്തുന്ന നമ്മൾ ഓരോരുത്തരും മനുഷ്യരും. അപ്പോൾ നമ്മളുടെ ബിഹേവിയർ പഠിക്കുക. നമ്മളുടെ ബിഹേവിയറിനെ എങ്ങനെ പഠിക്കുക? ശാസ്ത്രീയമായിട്ട് പഠനം നടത്തുക. അതിനെയാണ് കർട്ട് കോഫ്ക എന്ത് വിളിച്ചത്. അപ്പോൾ ഈ കർട്ട് കോഫ്ക ഇങ്ങനെ ഒരു പഠനം നടത്തിയത് ഒരു കോഫി കുടിച്ചുകൊണ്ടായിരുന്നു എന്ന് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ബാഹ്യലോകവുമായി സമ്പർക്കം പുലർത്തി പുറത്ത് പോകുമ്പോഴാണല്ലോ കോഫി കുടിക്കുന്നത്. കോഫി കുടിക്കുന്നത്. അപ്പോൾ ഈ കോഫി കുടിച്ചുകൊണ്ട് ഓരോ മനുഷ്യരെയും ഒബ്സർവ് ചെയ്ത് അവരുടെ ബിഹേവിയർ പഠിച്ചു ആര്? കർട്ട് കോഫ്ക. ഓക്കെ അല്ലേ? അപ്പോൾ വ്യവഹാരത്തിൻ്റെ ശാസ്ത്രീയ പഠനമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് സ്കിന്നർ വ്യവഹാരത്തിൻ്റെയും അനുഭവത്തിൻ്റെയും പഠനം, പിൽസ്ബറി വ്യവഹാരങ്ങളുടെ പഠനം, കർട്ട് കോഫ്ക ബാഹ്യലോകവുമായി സമ്പർക്കം പുലർത്തുന്ന ജീവികളുടെ വ്യവഹാരത്തിൻ്റെ ശാസ്ത്രീയ പഠനം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മനഃശാസ്ത്രത്തിൻ്റെ മുഖ്യ ശാഖകൾ. അതിൽ നമുക്കറിയാം കേവല മനഃശാസ്ത്രവുമുണ്ട്, പ്രയുക്ത മനഃശാസ്ത്രവുമുണ്ട്. കേവല മനഃശാസ്ത്രം എന്ന് പറയുമ്പോൾ എന്താണ്? പ്യുവർ സൈക്കോളജി. ഇപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷോടെ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമുണ്ടാവും അല്ലേ? അപ്പോൾ പ്യുവർ സൈക്കോളജിയാണ് പ്യുവർ സൈക്കോളജി. അപ്പോൾ അങ്ങനെ രണ്ടും കണക്ട് ചെയ്ത് പഠിച്ചു വെക്കുക. പ്യുവർ സൈക്കോളജിയും രണ്ട് മനഃശാസ്ത്ര ശാഖകളാണ് ഉള്ളത്. പ്യുവർ സൈക്കോളജിയും അപ്ലൈഡ് സൈക്കോളജിയും. അതിൽ പ്യുവർ സൈക്കോളജിയാണ് കേവല മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ പ്യുവർ സൈക്കോളജിയാണ് കേവല മനഃശാസ്ത്രം. ഈ കേവല മനഃശാസ്ത്രത്തിൻ്റെ തന്നെ ഓരോ ശാഖകളാണ്
നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓരോ പിരിവുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ പേരുകളൊന്നും അറിഞ്ഞിരുന്നാൽ മതി. അതിലെന്തൊക്കെയാണുള്ളതെന്ന് നമുക്കതിൻ്റെ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും. ഒന്നാമത്തേത് സാമാന്യ മനഃശാസ്ത്രമാണ്. അതിനെ ജനറൽ സൈക്കോളജി എന്ന് വിളിക്കും. സാമാന്യ മനഃശാസ്ത്രം അല്ലെങ്കിൽ ജനറൽ സൈക്കോളജി. 2 സാമൂഹ്യ മനഃശാസ്ത്രം. സാമൂഹ്യ മനഃശാസ്ത്രം സോഷ്യൽ സൈക്കോളജി. സാമൂഹ്യ മനഃശാസ്ത്രം, സാമാന്യ മനഃശാസ്ത്രം, സാമൂഹ്യ മനഃശാസ്ത്രം. സാമൂഹ്യം എന്ന് പറയുമ്പോൾ സൊസൈറ്റിയെക്കുറിച്ചുള്ള സൈക്കോളജിയാണ്. സൊസൈറ്റിയുമായിട്ട് ഇടപഴകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സൈക്കോളജിയാണത്. പാരമ്പര്യ മനഃശാസ്ത്രം എന്ന് പറയുമ്പോൾ ജനറ്റിക്സിന് പോലും എന്തുണ്ട്, ഒരു സൈക്കോളജി ഉണ്ട്. ജനറ്റിക്സ് നമ്മൾ പാരമ്പര്യ ശാസ്ത്രം നമ്മൾ പഠിക്കുന്നുണ്ട് സൈക്കോളജിയിൽ. ജനറ്റിക്സിനും ഒരു സൈക്കോളജി ഉണ്ട്. ശിശു വികസന മനഃശാസ്ത്രമുണ്ട്. ചൈൽഡ് ഡെവലപ്മെൻറ്റ് സൈക്കോളജി. ഒരു കുട്ടിയെ ഇപ്പോൾ ഒരു പീഡിയാട്രിഷ്യൻ പോലും, ഒരു ഡോക്ടർ പോലും മനഃശാസ്ത്രം അറിഞ്ഞിരിക്കണം അല്ലേ? അപ്പോൾ ശിശു വികസന മനഃശാസ്ത്രമുണ്ട്. ഏത് രീതിയിലാണെങ്കിലും കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരാണെങ്കിലും കുട്ടികളുടെ മനഃശാസ്ത്രം അറിഞ്ഞിരിക്കണം. ഒരു മോണ്ടിസോറി ടീച്ചറാണെങ്കിലും മനഃശാസ്ത്രം അറിഞ്ഞിരിക്കണം. അങ്ങനെ ശിശു വികസന മനഃശാസ്ത്രമുണ്ട്. ശാരീരിക മനഃശാസ്ത്രം ഫിസിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ മേഖലകളിലും, ഫിസിക്കൽ ഹെൽത്ത് ആയിക്കോട്ടെ, ഏത് മേഖലയിലും ശാരീരിക മനഃശാസ്ത്രം അറിഞ്ഞിരിക്കണം. അടുത്തതാണ് അപസാമാന്യ മനഃശാസ്ത്രം അല്ലെങ്കിൽ അബ്നോർമൽ സൈക്കോളജി. ഈ അബ്നോർമൽ സൈക്കോളജി എന്ന് പറയുന്നത് ആണ് ഈ അബ്നോർമൽ സൈക്കോളജി എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം കൂടി ഈ ഒരു കേവല മനഃശാസ്ത്രത്തിനുണ്ട്. അടുത്തതാണ് പാരാസൈക്കോളജി. അതീന്ദ്രിയ ചിന്തകളെക്കുറിച്ച് അതീന്ദ്രിയ മനഃശാസ്ത്രമുണ്ട്. അത് പാരാസൈക്കോളജിയിലാണ് വരുന്നത്. ഓരോ വിഭാഗത്തിനെയും കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതില്ല. ഈ വിഭാഗങ്ങളൊക്കെ തന്നെയാണ് സൈക്കോളജിയുടെ ശാഖകളിൽ വരുന്നത് എന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. അതുപോലെ പേഴ്സണാലിറ്റിയിലും ഉണ്ട് ഒരു മനഃശാസ്ത്രം, വ്യക്തിത്വ മനഃശാസ്ത്രം എന്നാണ് അത് അറിയപ്പെടുന്നത്. പിന്നീട് വരുന്നത് 9ാമത്തെ മനോമിതിയാണ് സൈക്കോമെട്രിക്സ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. 10ാമത്തെയാണ് പരീക്ഷണ മനഃശാസ്ത്രം, എക്സ്പെരിമെൻ്റൽ സൈക്കോളജി. ഓക്കെ, അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം. മനഃശാസ്ത്രത്തിൻ്റെ മുഖ്യ ശാഖകളാണ് കേവല മനഃശാസ്ത്രം, അതിൽ സാമാന്യ മനഃശാസ്ത്രം, സാമൂഹ്യ മനഃശാസ്ത്രം, പാരമ്പര്യ മനഃശാസ്ത്രം, ശിശു വികസന മനഃശാസ്ത്രം, ശാരീരിക മനഃശാസ്ത്രം, അപസാമാന്യ മനഃശാസ്ത്രം, അതീന്ദ്രിയ മനഃശാസ്ത്രം, വ്യക്തിത്വ മനഃശാസ്ത്രം, മനോമിതി, പരീക്ഷണ മനഃശാസ്ത്രം. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് പഠിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ? പക്ഷേ ഇതെല്ലാം തന്നെ, ഈ പേരുകളെല്ലാം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് ഏത് ശാഖയിലാണ് വരുന്നത് എന്നായിരിക്കും ഇതിൻ്റെ ചോദ്യം അല്ലേ? അപ്പോൾ ഈ ഒരു ശാഖ കേവല മനഃശാസ്ത്രം, പ്യുവർ സൈക്കോളജിയാണ്. നമ്മൾ ഇപ്പോൾ പ്യുവർ സൈക്കോളജിയുടെ പിരിവുകളാണ് നമ്മൾ പഠിച്ചത്. ഇനി അടുത്ത ശാഖയാണ് പ്രയുക്ത മനഃശാസ്ത്രം അല്ലെങ്കിൽ അപ്ലൈഡ് സൈക്കോളജി. ഈ അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അല്ലേ, പ്രയോഗത്തിൽ വരുത്താൻ കഴിയുന്നത്. അപ്പോൾ ഈ പ്രയുക്ത മനഃശാസ്ത്രം എന്നുള്ള വാക്ക് കേട്ട് പേടിക്കൊന്നും വേണ്ട. അത് പ്രയോഗത്തിൽ വരുത്താൻ കഴിയുന്നത് എന്നുള്ള ഒരർത്ഥത്തിൽ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതിന് പ്രാധാന്യം കൂടുതലാണ്, ചോദ്യങ്ങൾ വരാറുണ്ട് ഈ മേഖലയിൽ നിന്ന്. ഇതിൽ ഒന്നാമത്തേതാണ് വ്യാവസായിക മനഃശാസ്ത്രം. പ്രയുക്ത മനഃശാസ്ത്ര ശാഖയിൽ വരുന്ന അതിൻ്റെ ഡിവിഷനായിട്ട് വരുന്നതാണ് വ്യാവസായിക മനഃശാസ്ത്രം. ഒരു ഇൻഡസ്ട്രി പോലും നമ്മൾ എന്തറിഞ്ഞിരിക്കണം, ആ വ്യവസായത്തിന് ഏത് തരത്തിലുള്ള മനഃശാസ്ത്ര മേഖല, ഏത് മനഃശാസ്ത്രമാണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് അവിടുത്തെ വ്യവസായികളടക്കം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അടുത്തത് സൈനിക മനഃശാസ്ത്രമാണ്. മിലിട്ടറിയിലും ആ സൈനികർക്ക് പോലും അവരുടെ മനഃശാസ്ത്രം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സൈനികർക്കൊക്കെ ഏറ്റവും കൂടുതൽ മനഃശാസ്ത്ര മേഖലയിൽ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമാണ് അവർക്ക് ആ ഫീൽഡിൽ നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലേ? അങ്ങനെ ഓരോ ഫീൽഡിലുമുണ്ട്. ക്ലിനിക്കൽ സൈക്കോളജിയാണ് അടുത്തത്. അതിനെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട നൈദാനിക മനഃശാസ്ത്രം എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ചികിത്സാ മനഃശാസ്ത്രം, ക്ലിനിക്കൽ സൈക്കോളജി, ഇങ്ങനെയൊക്കെയാണ് ഇതിനെ വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. പ്രയുക്ത മനഃശാസ്ത്രം അല്ലെങ്കിൽ അപ്ലൈഡ് സൈക്കോളജിയുടെ ശാഖകളാണ് വ്യാവസായിക മനഃശാസ്ത്രം, ഇൻഡസ്ട്രിയൽ സൈക്കോളജി, സൈനിക മനഃശാസ്ത്രം, മിലിറ്ററി സൈക്കോളജി, നൈദാനിക മനഃശാസ്ത്രം, ക്ലിനിക്കൽ സൈക്കോളജി. നെക്സ്റ്റ് 4ാമത്തെയാണ് കുറ്റകൃത്യ മനഃശാസ്ത്രം, ക്രിമിനൽ സൈക്കോളജി. കുറ്റകൃത്യ മനഃശാസ്ത്രം, ക്രിമിനൽസിൻ്റെ സൈക്കോളജി അറിയാം അല്ലേ? പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്കും ക്രൈംബ്രാഞ്ചിലുള്ളവർക്കും ഒക്കെ തന്നെ ക്രിമിനൽ സൈക്കോളജി പഠിച്ചുകൊണ്ടാണ് അവർ ആ ഫീൽഡിലേക്ക് ഇറങ്ങുന്നത് അല്ലേ? കുറ്റകൃത്യ മനഃശാസ്ത്രം നമ്മൾ വിദ്യാഭ്യാസത്തിൽ ഓരോ ടീച്ചേഴ്സ് അടക്കം പഠിക്കുന്നതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. ഓക്കെ, അപ്പോൾ ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജി വിദ്യാഭ്യാസത്തിലുള്ള പ്രാധാന്യം
നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഓരോ ടീച്ചർക്കും ഒരു മോണ്ടിസോറി ടീച്ചർ തൊട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അവിടെ നമ്മൾ ശിശു മനഃശാസ്ത്രത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല. കുട്ടിയുടെ മനഃശാസ്ത്രം മാത്രമാണ് അവിടെ ഉള്ളത്. കുട്ടിയുടെ മനഃശാസ്ത്രം മാത്രമാണുള്ളതെങ്കിൽ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് വിദ്യാഭ്യാസത്തിൽ എന്ന് ഓർത്തിരിക്കുക. ഇനി കായിക മനഃശാസ്ത്രമാണ്. സ്പോർട്സ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട അതിലും ഒരു മനഃശാസ്ത്രമുണ്ട് എന്നുള്ളതാണ്. അടുത്തത് മാർക്കറ്റിംഗ് ഫീൽഡിലാണ്. മാർക്കറ്റിങ്ങിൻ്റെ ഓരോ മേഖലയിലും എന്തുണ്ട്? ഒരു മനഃശാസ്ത്രമുണ്ട്. അത് വിപണന മനഃശാസ്ത്രം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. വിപണന മനഃശാസ്ത്രം. പിന്നെ ഹെൽത്ത്, ആരോഗ്യ മനഃശാസ്ത്രം. ഹോസ്പിറ്റലിൽ അറിഞ്ഞിരിക്കേണ്ട, ഓരോരുത്തരടക്കം അറിഞ്ഞിരിക്കേണ്ട ഡോക്ടേഴ്സ്, നേഴ്സസ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു മനഃശാസ്ത്രമുണ്ട്. ഹെൽത്ത് സൈക്കോളജി എന്നുള്ളതാണത്, ആരോഗ്യ മനഃശാസ്ത്രം. പിന്നീട് സ്പേസുമായിട്ട് ബന്ധപ്പെട്ട് ബഹിരാകാശ മനഃശാസ്ത്രം എല്ലാം തന്നെ ഈ ഒരു പ്രയുക്ത മനഃശാസ്ത്രത്തിൻ്റെ കീഴിൽ വരുന്നതാണ്. ഓക്കെ, ബഹിരാകാശ മനഃശാസ്ത്രം. അടുത്തതാണ് ഓർഗനൈസേഷണൽ സൈക്കോളജി. സംഘടനാ മനഃശാസ്ത്രം. ഒരു ഓർഗനൈസ് ചെയ്യുന്നതിനും എന്തുണ്ട്? ഒരു മനഃശാസ്ത്രമുണ്ട്. സംഘടനാ മനഃശാസ്ത്രം എന്നുള്ള പേരിലാണ് ഇതറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കുറ്റകൃത്യ മനഃശാസ്ത്രം, ക്രിമിനൽ സൈക്കോളജി, വിദ്യാഭ്യാസ മനഃശാസ്ത്രം, എഡ്യൂക്കേഷണൽ സൈക്കോളജി, വിപണന മനഃശാസ്ത്രം, മാർക്കറ്റിംഗ്, കായിക മനഃശാസ്ത്രം, സ്പോർട്സ്, ആരോഗ്യ മനഃശാസ്ത്രം, ഹെൽത്ത്, ബഹിരാകാശ മനഃശാസ്ത്രം, സ്പേസ്, സംഘടനാ മനഃശാസ്ത്രം, ഓർഗനൈസേഷണൽ. ഓക്കെ, ഇത്രമാണ് നമ്മൾ ഈ ഒരു ഡിവിഷനിൽ അറിയേണ്ടത്. സൈക്കോളജിയുടെ ശാഖകളിൽ, മനഃശാസ്ത്ര ശാഖകളിൽ നമ്മൾ അറിയേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. നമ്മൾ അടുത്ത നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ ടോപ്പിക്ക് ഘടനാവാദം മുതൽ സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദം വരെയാണെങ്കിൽ നമ്മൾ ഇന്ന് ഘടനാവാദത്തിൽ നിന്ന് തുടങ്ങും. സ്കൂൾസ് ഓഫ് സൈക്കോളജി, മനഃശാസ്ത്ര സമീപനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മേഖലയാണ്. ഇവിടെ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. ഘടനാവാദം എന്നുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 1879 ഉടലെടുത്ത ഒരു സമീപനമാണ് ഈ ഘടനാവാദം അല്ലെങ്കിൽ സ്ട്രക്ചറലിസം എന്ന് പറയുന്നത്. സ്ട്രക്ചറലിസം അല്ലെങ്കിൽ ഘടനാവാദം എന്നത് 1879 രൂപം കൊണ്ട ഒരു സമീപനമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം രൂപം കൊണ്ട സമീപനമാണ്. സ്ഥാപകൻ എന്ന് പറയുന്നത് വിൽഹം വൂണ്ടാണ്. വില്യം വൂണ്ടെന്നും ഒക്കെ പറയും. വിൽഹം വൂണ്ടാണ് ഇതിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. വിൽഹം വൂണ്ട് 1832 മുതൽ 1920 വരെയാണ് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം. വിൽഹം വൂണ്ടിൻ്റെ കാലഘട്ടം. വില്യം വൂണ്ടാണ് സ്ഥാപകൻ. ഘടനാവാദം, സ്ട്രക്ചറലിസം 1879 രൂപം കൊണ്ട ആദ്യത്തെ സമീപനം. സ്ഥാപകൻ വില്യം വൂണ്ടാണ്. വില്യം വൂണ്ടിൻ്റെ കാലഘട്ടമാണ് അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. 1832 മുതൽ 1920 വരെയാണ്. ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ച വ്യക്തിയാണ് അദ്ദേഹം. വിൽഹം വൂണ്ട് എന്ന് പറയുന്നത്. ഈ വിൽഹം വൂണ്ട് ജർമ്മനിയിലെ ലിപ്സിങ്ങിലാണ് 1879 ഈ ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല ജർമ്മനിയിലെ ലീപ്സിങ്ങിൽ ആര് സ്ഥാപിച്ചിട്ടുണ്ട്? വില്യം വൂണ്ട് സ്ഥാപിച്ചിട്ടുണ്ട് 1879. അപ്പം നമുക്കൊന്നുകൂടെ നോക്കാം. സ്കൂൾസ് ഓഫ് സൈക്കോളജിയിൽ ഘടനാവാദമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്ട്രക്ചറലിസം, ഘടനയ്ക്കാണ് ഇവിടെ പ്രാധാന്യം. 1879 ഘടനാവാദ രൂപം കൊണ്ടത്. ആദ്യത്തെ സമീപനമാണ്. സ്ഥാപകൻ വില്യം വൂണ്ടാണ്. വില്യം വൂണ്ട് ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ച വ്യക്തിയാണ്. 1879 ജർമ്മനിയിലെ ലീപ്സിങ്ങിലായിരുന്നു ഈ ഒരു മനഃശാസ്ത്ര പരീക്ഷണശാല, എക്സ്പെരിമെൻ്റൽ ലബോറട്ടറി സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആദ്യത്തെ സൈക്കോളജിക്കൽ ലബോറട്ടറി. വില്യം വൂണ്ട് സ്ഥാപിച്ച ഈ ഒരു ശാഖ, അതിനെ മുന്നോട്ട് നയിച്ചത് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള എഡ്വേർഡ് ടീഷ്ണറാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. എഡ്വേർഡ് ബ്രാഡ്ഫോർഡ് ടീച്ച്നർ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. എഡ്വേർഡ് ബ്രാഡ്ഫോർഡ് ടീച്ച്നർ ആണ് ഈ ഒരു ശാഖയെ മുന്നോട്ട് നയിച്ചിട്ടുള്ള പ്രധാന വക്താവ്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹമാണ് 1867-1927 ബ്രാഡ്ഫോർഡിൻ്റെ എഡ്വേർഡ് ടീച്ച്നറുടെ കാലഘട്ടം. ഈ ടീച്ച്നർ വില്യം വൂണ്ടിൻ്റെ ശിഷ്യനായിരുന്നു. ഇദ്ദേഹമാണ് ഈ ഒരു ശാഖയെ മുന്നോട്ട് നയിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ ഘടനാവാദം എന്ന പേര് ഔദ്യോഗികമായി ഉപയോഗിച്ചിട്ടുള്ളത് ഈ ടീച്ച്നറാണ്. ഘടനാവാദം അല്ലെങ്കിൽ സ്ട്രക്ചറലിസം എന്ന പേര് ഔദ്യോഗികമായി ഉപയോഗിച്ചതാരാണ്? ഈ ടീച്ച്നറാണ്, എഡ്വേർഡ് ടീച്ച്നറാണ്.
മനസ്സിന്റെ അടിസ്ഥാന ഘടകങ്ങൾ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു സ്ട്രക്ചറലിസത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്തായിരുന്നു? മനസ്സിന്റെ അടിസ്ഥാന ഘടകങ്ങൾ ഘടനയ്ക്കാണ് ഇവിടെ പ്രാധാന്യം നൽകിയത്. ഘടകങ്ങൾ, മനസ്സിന് എന്തൊക്കെയാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള ആ ഘടകങ്ങൾ എന്നുള്ളത്, സ്ട്രക്ചർ എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഇതിന്റെ ഉദ്ദേശം. അത് തന്നെയാണ് ഇതിന്റെ ലക്ഷ്യം. ഉൾക്കാഴ്ചകളുണ്ട്, മനുഷ്യന്റെ മനസ്സിൽ ഉൾക്കാഴ്ചകളുണ്ട്, അതുപോലെ വികാരങ്ങളുണ്ട്, സംവേദനങ്ങളുണ്ട്. ഉൾക്കാഴ്ചകൾ, വികാരങ്ങൾ, സംവേദനങ്ങൾ, ഇതെല്ലാം തന്നെയാണ് നമ്മുടെ മനസ്സിന്റെ അടിസ്ഥാന ഘടകങ്ങൾ. ഇതിനെയെല്ലാം തന്നെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഘടനാവാദത്തിന്റെ ലക്ഷ്യം. അപ്പോൾ ഈ ഒരു ഘടനാവാദം എന്ന നമ്മുടെ ഈ ഒരു സ്കൂൾസ് ഓഫ് സൈക്കോളജി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എഡ്വേർഡ് ടിഷ്ണറിൻ്റെ കാര്യമാണ്. വോണ്ടിൻ്റെ ശിഷ്യനാണ്, ഈ ശാഖയെ മുന്നോട്ട് നയിച്ച വ്യക്തിയാണ്. ഔദ്യോഗികമായിട്ട് ഘടനാവാദം എന്ന പേര് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. മനസ്സിൻ്റെ അടിസ്ഥാന ഘടകങ്ങളെ കണ്ടെത്തുക. അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ ഇൻസൈറ്റുകളാകാം, ഉൾക്കാഴ്ചകളാകാം, നമ്മുടെ ഇമോഷൻസ് ആകാം, സെൻസേഷൻസ് ആവാം, സംവേദനങ്ങൾ, ഇതെല്ലാം തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സ്ട്രക്ചറലിസം ഫോളോ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് അന്തർദർശന രീതിയാണ്. അന്തർദർശനം എന്ന് പറയുമ്പോൾ ഇൻട്രോസ്പെക്ഷൻ. എന്താണ് ഇൻട്രോസ്പെക്ഷൻ? ലുക്ക് ഇൻ ടു, അല്ലേ, ഉള്ളിലോട്ട് നോക്കുക. ഇൻട്രോസ്പെക്ഷൻ നമ്മുടെ തന്നെ സ്വന്തം മാനസിക പ്രക്രിയകളെയും അനുഭവങ്ങളെയും സ്വയം നിരീക്ഷിച്ച് വിലയിരുത്തുന്ന രീതി കൊണ്ടുവന്ന വില്യം വോണ്ടിൻ്റെ ഘടനാവാദമാണ്. ഈ വ്യക്തി തന്നെയാണ് ഈ ഒരു ലബോറട്ടറി സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ ആധുനികമായിട്ടുള്ള ഈ എക്സ്പെരിമെൻ്റൽ സൈക്കോളജി എന്ന് പറയുന്ന അതിൻ്റെ ഈ എക്സ്പെരിമെൻ്റൽ സൈക്കോളജിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഏറ്റവും പഴയ രീതിയും പുതിയ രീതിയും കൊണ്ടുവന്നിട്ടുള്ളത് ഈ സെയിം വ്യക്തി തന്നെയാണ്. അന്തർദർശനം സ്വന്തം മാനസിക പ്രക്രിയകളെയും അനുഭവങ്ങളെയും, സ്വന്തം മാനസിക പ്രക്രിയകളാണ്. അപ്പോൾ കുറേ ലിമിറ്റേഷൻസ് ഉള്ള ഒരു രീതിയായിരുന്നു അത്. അനുഭവങ്ങളെയും സ്വയം നിരീക്ഷിച്ച് വിലയിരുത്തുന്ന രീതിയാണ് അന്തർദർശന രീതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഘടനാവാദം ഫോളോ ചെയ്യുന്നത് അന്തർദർശനം എന്ന് പറയുന്ന മെത്തേഡാണ്, ഇൻട്രോസ്പെക്ഷൻ മെത്തേഡാണ്. ഇതിൽ സ്വന്തം മാനസിക പ്രക്രിയകളും അനുഭവങ്ങളൊക്കെ സ്വയം നിരീക്ഷിച്ചിട്ടാണ് വിലയിരുത്തുന്നത്. ഇനി മനസ്സിൻ്റെ ഘടനയെയും അനുഭവങ്ങളെയും കുറിച്ച് പഠിക്കുന്ന രീതിയാണ് മനസ്സിൻ്റെ ഘടനയെയും അനുഭവങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രം. ഇപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ സ്ട്രക്ചർ എന്താണ്, നമ്മളുടെ അനുഭവങ്ങൾ എന്താണ്, ഇതിനെയൊക്കെ കുറിച്ച് പഠിക്കുന്ന മനഃശാസ്ത്ര ശാഖയാണ് ഘടനാവാദം എന്ന് പറയുന്നത്. ഇതിലെങ്ങനെയാണ്? ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഈ ഓരോ വസ്തുക്കളെയും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? സയൻസ് പറയുന്നത് മൂലകങ്ങളായിട്ട് വേർതിരിക്കാനായിട്ട് സാധിക്കും, തന്മാത്രകളായിട്ട് വേർതിരിക്കാനായിട്ട് സാധിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അതുപോലെ മനസ്സിനെയും എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? മനസ്സിനെയും ഘടകങ്ങളായി വേർതിരിക്കാം. ഓക്കെ, മനസ്സിനെയും ഘടകങ്ങളാക്കി വേർതിരിക്കാമെന്നാണ് ഘടനാവാദം പറയുന്നത്. മനുഷ്യൻ്റെ സചേതന അനുഭവങ്ങളെല്ലാം തന്നെ അപഗ്രഥിച്ച് പഠിക്കാനും ഈ ഒരു ഘടനാവാദത്തിന് കഴിയുന്നുണ്ട്. അപ്പോൾ മനുഷ്യനുള്ള ഓരോ സചേതന അനുഭവങ്ങളും എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അത് അപഗ്രഥിച്ച് പഠിക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. ഓരോ ഘടകങ്ങളാക്കി തിരിച്ച് പഠിക്കാനായിട്ട് കഴിയും ഓരോ അനുഭവങ്ങളെയും, സചേതന അനുഭവങ്ങളെയും. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് മനസ്സിനെയും ഘടകങ്ങളാക്കി വേർതിരിക്കാം. വസ്തുക്കളെ മൂലകങ്ങളായിട്ട്, തന്മാത്രകളായിട്ടും വേർതിരിക്കുന്ന പോലെ മനസ്സിനെയും ഘടകങ്ങളായിട്ട് തിരിക്കാം. മനുഷ്യൻ്റെ സചേതന അനുഭവങ്ങളെ അപഗ്രഥിച്ച് പഠിക്കാമെന്നും വാദിക്കുന്ന വാദമാണ് ഘടനാവാദം അല്ലെങ്കിൽ സ്ട്രക്ചറലിസം എന്ന് പറയുന്നത്. ഇനി മനുഷ്യൻ്റെ ബോധം എന്ന് പറയുമ്പോൾ കോൺഷ്യസ്നസ്, മനുഷ്യൻ്റെ ബോധത്തെ കോൺഷ്യസ്നസ് എന്ന് വിളിക്കും. ഈ കോൺഷ്യസ്നസ്സിനെ തന്നെ രണ്ട് ഘടകങ്ങളാക്കി, പ്രതിച്ഛായ അല്ലെങ്കിൽ ഇമേജും അതുപോലെ വികാരവും അഫക്ഷനുമാക്കി മാറ്റി, പ്രതിച്ഛായയും വികാരവുമാക്കി മാറ്റി. ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. മനുഷ്യൻ്റെ ബോധത്തെ പ്രതിച്ഛായയെന്നും വികാരമെന്നും തിരിച്ച് ഘടകങ്ങളാക്കി പഠിച്ചത് ഏത് വാദമാണ്? ഘടനാവാദമാണ്. അവിടെ വികാരം അഫെക്ഷൻ, പ്രതിച്ഛായ എന്ന് പറയുമ്പോൾ ഇമേജ് ആക്കിയും അഫെക്ഷൻ ആക്കിയിട്ടും അല്ലെങ്കിൽ പ്രതിച്ഛായയായും വികാരവുമായിട്ട് പഠിച്ച ശാസ്ത്രശാഖ ഏതാണ്? അത് ഘടനാവാദമാണ്. മനുഷ്യൻ്റെ ബോധതലത്തെ, കോൺഷ്യസ്നെസ്സിനെയാണ് അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, മനഃശാസ്ത്രത്തിൻ്റെ ജന്മസ്ഥലമായിട്ടുള്ള ലിപ്സിംഗ്, നമ്മൾ ആദ്യം പറഞ്ഞു യൂണിവേഴ്സിറ്റി ഓഫ് ലിപ്സിംഗിൽ ആണ് ആദ്യ പരീക്ഷണശാല ആരംഭിച്ചതെന്ന് നമ്മൾ പറഞ്ഞു. 1879 വില്യം വോണ്ടാണ് ഇത് സ്ഥാപിച്ചതെന്ന് ഒന്നുകൂടി പറയുകയാണ്. മനഃശാസ്ത്രത്തിൻ്റെ ജന്മസ്ഥലമായിട്ടുള്ള ലിപ്സിംഗിലാണ്, യൂണിവേഴ്സിറ്റി ഓഫ് ലിപ്സിംഗിലാണ് പരീക്ഷണ മനഃശാസ്ത്രശാല ആദ്യമായിട്ട് സ്ഥാപിച്ചത് വില്യം വോണ്ട്. അപ്പോൾ ഇദ്ദേഹം പഠിച്ചത് മനുഷ്യൻ്റെ ബോധത്തെയാണ് ഇങ്ങനെ ഘടകങ്ങളാക്കിയിട്ടുണ്ടായത്. ഇനി നമ്മുടെ ഈ മെത്തേഡിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഭാഗമാണ് അന്തർദർശന രീതി.
രീതിയുമായിട്ട് ബന്ധപ്പെട്ട വാദമാണ്. അന്തർദർശന രീതി ഏത് വാദവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു മനഃശാസ്ത്രത്തിൽ? അത് സ്ട്രക്ചറലിസവുമായിട്ട്, ഘടനാവാദവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ഏത് വ്യക്തിയുമായിട്ട്? വിൽഹം വൂണ്ടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഘടനാവാദത്തിൽ പ്രധാനമായിട്ടും പറയുന്നത്. ഈ ഘടനാവാദത്തിൻ്റെ ഘടനാവാദം ആരാണ് അതിൻ്റെ പ്രൊപ്പൗണ്ടർ എന്നും ആരാണ് ആ ശാഖയെ മുന്നോട്ട് നയിച്ചതെന്നും എന്താണ് ഈ ഘടനാവാദം പറയുന്നതെന്നൊക്കെ തന്നെ നമ്മൾ അറിഞ്ഞാൽ മതി. ഇനി നമ്മളുടെ ചോദ്യങ്ങളിലോട്ട് പോവാം. പ്രയുക്ത മനഃശാസ്ത്ര ശാഖയിൽ പെടാത്തത് ഏത്? ഒന്ന്, വിദ്യാഭ്യാസ മനഃശാസ്ത്രം, എഡ്യൂക്കേഷണൽ സൈക്കോളജി. അപസാമാന്യ മനഃശാസ്ത്രം, അബ്നോർമൽ സൈക്കോളജി. ചികിത്സാ മനഃശാസ്ത്രം, ക്രിമിനൽ സൈക്കോളജി. ഇതിലേതാണ് പ്രയുക്ത മനഃശാസ്ത്ര ശാഖയിൽ പെടാത്തത്? നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിദ്യാഭ്യാസ മനഃശാസ്ത്രവും ഈ പറയുന്ന ചികിത്സാ മനഃശാസ്ത്രവും ക്രിമിനൽ സൈക്കോളജിയും ഒക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. 2 ശാഖകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ ഇതിൽ ഒന്ന് മാത്രം എന്തല്ല, പ്രയുക്ത മനഃശാസ്ത്ര ശാഖയല്ല, ഒന്ന് മാത്രം പ്യുവർ സൈക്കോളജിയാണ്, അല്ലെങ്കിൽ എന്താണ്, കേവല മനഃശാസ്ത്രമാണ്. അതിലേതാണ് കേവല മനഃശാസ്ത്രം എന്ന് നമുക്ക് നോക്കാം. ഇതിൽ അപസാമാന്യ മനഃശാസ്ത്രമാണ് അല്ലെങ്കിൽ അബ്നോർമൽ സൈക്കോളജിയാണ് ഇതിൽ കേവല മനഃശാസ്ത്രം അല്ലെങ്കിൽ പ്യുവർ സൈക്കോളജിയുടെ ഭാഗമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ചോദ്യത്തിൻ്റെ ഉത്തരം. പ്രയുക്ത മനഃശാസ്ത്ര ശാഖയിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് അപസാമാന്യ മനഃശാസ്ത്രമാണ്, അബ്നോർമൽ സൈക്കോളജിയാണ്. ചോദ്യം വരുന്ന രീതിയാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, അടുത്തത് വ്യവഹാരവാദത്തിൻ്റെ ഉപജ്ഞാതാവാര്? പാവ്ലോ, ജെ.ബി. വാട്സൺ, സിഗ്മണ്ട് ഫ്രോയിഡ്, സ്കിന്നർ. ഇനി നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ പറയാം. ആരാണ് വ്യവഹാരവാദത്തിൻ്റെ പിതാവ്? അത് ജെ.ബി. വാട്സൺ തന്നെയാണ്. ഓക്കെ, ജെ.ബി. വാട്സൺ തന്നെയാണ്. എക്സ്പെരിമെൻ്റൽ സൈക്കോളജിയുടെ പിതാവാര്? എക്സ്പെരിമെൻ്റൽ സൈക്കോളജി, എക്സ്പെരിമെൻ്റ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല തുടങ്ങിയത്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ മാറിപ്പോകാൻ പാടില്ല. വ്യവഹാരവാദം അതുപോലെ ഘടനാവാദം എന്ന് മാറിപ്പോകരുത്. വ്യവഹാരവാദം ജെ.ബി. വാട്സൺ ആണെങ്കിൽ ഘടനാവാദം വില്യം വൂണ്ടാണ്. അപ്പോൾ ഇതിൽ എക്സ്പെരിമെൻ്റൽ സൈക്കോളജിയുടെ പിതാവിനെ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, ആദ്യത്തെ ഓപ്ഷൻ എഴുതി വയ്ക്കരുത്. എക്സ്പെരിമെൻ്റൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ അത് വില്യം വൂണ്ടാണ്. ഓക്കെ, അപ്പോൾ എക്സ്പെരിമെൻ്റൽ സൈക്കോളജിയുടെ പിതാവ് എന്ന് പറയുന്നത് വില്യം വൂണ്ടാണ്. ഓക്കെ, വില്യം വൂണ്ട് സ്ഥാപിച്ച മനഃശാസ്ത്ര വിഭാഗം ഏത്? ഇങ്ങനെയായിരുന്നു നിങ്ങളുടെ LP-UPയുടെ ചോദ്യം. ഓക്കെ, ബിഹേവിയറിസം ആണോ, സ്ട്രക്ചറലിസം ആണോ, ഫങ്ഷണലിസം ആണോ, ജസ്റ്റാൾട്ട് ആണോ? ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യുക. വില്യം വൂണ്ട് സ്ഥാപിച്ച മനഃശാസ്ത്ര വിഭാഗം എന്ന് പറയുന്നത് ഏതാണ്? അത് സ്ട്രക്ചറലിസം ആണ്, അല്ലേ? സ്ട്രക്ചറലിസം ആണ്, ഘടനാവാദമാണ്. ഓക്കെ, ഘടനാവാദമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഘടനാവാദത്തെക്കുറിച്ചും അതുപോലെ മനഃശാസ്ത്ര ശാഖകളെക്കുറിച്ചും മനഃശാസ്ത്രം എന്ന വാക്കിൻ്റെ അർത്ഥത്തെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയുള്ള സീരീസുകളിൽ നമ്മൾ അടുത്ത വാദങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതുപോലെ എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സീരീസുകളാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സീരീസ് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്ത് അടുത്ത ക്ലാസ്സിനായിട്ട് വെയിറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇനി കാണാം. അപ്പോൾ എല്ലാവർക്കും നന്നായി പഠിക്കുക. എല്ലാവർക്കും ഈ ഒരു 20 മാർക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ് ആയിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.